ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗ്സ് ഓഫ് ട്രിവിയൻ കപ്പിൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പേട്ട എന്ന സ്ഥലത്ത് കവരടി ജംഗ്ഷനിലുള്ള ശക്തികൃപ എന്ന വീടിന്റെ മുമ്പിലാണ്. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നവരാത്രിയല്ലേ, നവരാത്രി ആഘോഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബൊമ്മക്കുലു. ഇപ്പൊ കേരളത്തിന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല, ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ബൊമ്മക്കുലു എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലായിരിക്കും. കാരണം 7000 ബൊമ്മക്കുലു, അതും ഒന്നും രണ്ടും അല്ല, 7000. അതെല്ലാം വെറൈറ്റി ആയിരിക്കും. കാരണം ഒരു പുള്ളിക്കാരന്റെ ശേഖരണമാണ് അത്. പുള്ളിക്കാരെ കുഞ്ഞിലോട്ട് ശേഖരിച്ചതും അത് സൂക്ഷിച്ചു വെച്ച് വർഷം തോറും അതിന്റെ എണ്ണം കൂട്ടി അത് പൈതൃകമായി കിട്ടിയ ബൊമ്മക്കുലു വരെ ഇത്രയും സൂക്ഷിച്ചു വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് പുള്ളിക്കാരന്റെ ഒരു ഹോബിയാണ്, അതൊരു സന്തോഷമാണ്. അവൻ വരുന്ന ആൾക്കാരെ ഗസ്റ്റിനെ, നവരാത്രിയായിട്ട് വരുന്ന ആൾക്കാരെ ഗസ്റ്റിനെ സ്വീകരിച്ച് ആനയിച്ച് വീട്ടിലോട്ട് വരുത്തി അവർക്ക് ഗിഫ്റ്റ് കൊടുത്ത് അവരെ സന്തോഷപ്പെടുത്തി ഈ ബൊമ്മക്കുലു കണ്ണിന് കുളിർമയെന്ന കാഴ്ച നൽകിയാണ് കുട്ടു വീരശൈവ എന്ന ശ്രീകാന്ത് ഈ വീട്ടിൽ വരുന്നവരെ എതിരേക്കുന്നത്. നമുക്ക് എന്തായാലും കൂടുതൽ പറഞ്ഞ് ദീർഘിക്കുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ ഈ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം 7000 ബൊമ്മക്കുലു എന്നുള്ള വലിയൊരു ലാർജസ്റ്റ് ബൊമ്മക്കുലുവാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വീട്ടിലോട്ട് കിടക്കാം, നമുക്ക് ശക്തികൃപയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളെ ബൊമ്മക്കുലു എല്ലാവരും കണ്ടല്ലോ. അപ്പം എല്ലാവർക്കും കാണുമ്പോൾ ഇഷ്ടം തോന്നും. പക്ഷെ ഇതിന് പിന്നാമ്പുറം ഒരു കാഴ്ചയുണ്ട്. ഇത് വെക്കുന്നതും അടുക്കുന്നതും ഇത് സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഇത് തുടങ്ങുന്നതിന് മുമ്പ്, ഒരാഴ്ച മുമ്പ് തന്നെ ഈ വീട് ഇതിനുവേണ്ടി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ കുട്ടു വീരശൈവ ഇത് എങ്ങനെയാണ് ഒരുക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. നമസ്തേ, ഞാൻ കുട്ടു വീരശൈവ. എല്ലാ വർഷത്തെയും പോലെ ശക്തികൃപയില നവരാത്രി ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് ഇതിപ്പോൾ നവരാത്രി തുടങ്ങുന്നതിന് ഒരു 10-15 ദിവസം മുന്നേ നമ്മൾ ഇവിടെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ എല്ലാ ഒരു നേരത്തെ ഉള്ള ചുറ്റുപാടെല്ലാം മാറ്റി ഡ്രോയിങ് റൂമൊക്കെ മാറ്റി ഗോലുപടി അടിച്ചു. അതിനുശേഷം ഒരു 5 ദിവസം ആയപ്പോൾ തന്നെ ശരിക്കും 5 പടി ആയിട്ടേ ഉള്ളൂ. ഇത് ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ വർഷം ഒരു വീഡിയോ ആയിട്ട് നേരത്തെ തന്നെ ചെയ്യുന്നത്. അതിന് ഒരുപാട് സസ്പെൻസും ഒരുപാട് പുതുമകളും കൂടിയിട്ടുള്ള ഒരു നവരാത്രിയാണ് 2025 നവരാത്രി എന്നുള്ളത്. ഇതിനകത്ത് കഴിഞ്ഞ വർഷം 5400 ബൊമ്മകളായിരുന്നു ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തിരുന്നത്. ഈ വർഷത്തെ പ്രത്യേകത 7400 ബൊമ്മകൾ ഉൾപ്പെടുത്തിയാണ് ഈ വർഷം ഗുലു ഒരുക്കുന്നത്. അപ്പം ഒരുപാട് പുതു കാഴ്ചകളുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നവരാത്രിയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ജസ്റ്റ് ഒരു പ്രത്യേകതയായിട്ടുള്ളതാണ് ദേവി വിശ്വരൂപം. ഇതെല്ലാം ഇതിനുവേണ്ടി പറഞ്ഞ് ഞാൻ ചെയ്യിപ്പിച്ചെടുത്തതാണ്. അങ്ങനെ ഇതിൽ ദേവിയുടെ വിശ്വരൂപങ്ങളെല്ലാം ഭഗവാന്റെ വിശ്വരൂപം ഉള്ളതുപോലെ തന്നെ ദേവിയുടെ ഓരോ ഭാവങ്ങളും അതിൻ്റെ ഓരോ തലകളാണ്, ശിരസ്സുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തി കാണിച്ചിട്ടുള്ളത്. ഇത് എത്രയോ ഒരു സസ്പെൻസിൽ ഒന്ന് മാത്രമാണ്. ഇനിയും ഒരുപാടുണ്ട്. അതിനു വേണ്ടിയിട്ട് വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കും.
ഇപ്പൊ നമ്മുടെ നവരാത്രി ആഘോഷങ്ങളിലെ മുന്നൊരുക്കമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു കാണുമല്ലോ. അതിനുശേഷം ഉള്ള ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ള നവരാത്രി ബൊമ്മക്കലുമാണ് ഈ കാണുന്ന എല്ലാ കാഴ്ചകളും. അതിൽ 9 തലങ്ങളിലായിട്ടാണ്, 9 തീമായിട്ടാണ് ഈ വർഷം ഒരുക്കിയിട്ടുള്ളത്. അതിലുള്ള ക്ഷേത്ര വിശേഷങ്ങളും അതുപോലെ നമ്മുടെ ഈ ഒരു ബൊമ്മക്കല് വിശേഷങ്ങളും എല്ലാം വീഡിയോയിലൂടെ തീർച്ചയായിട്ടും എല്ലാവരും കാണുക. എല്ലാവരും കണ്ട് നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായവും സപ്പോർട്ടൊക്കെയാണ് ശക്തി കൃപയിലെ ഈ നവരാത്രി ഇത്രത്തോളം വിജയമാക്കാൻ, എല്ലാവരും വന്ന് കാണാനും ഒക്കെ ഉള്ളൊരു അവസരം എന്നുള്ളതാണ് ഏറ്റവും ഞാൻ കൂടുതലായിട്ട് വാല്യൂ ആയിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വരിക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നവരാത്രി ബൊമ്മക്കല് കാണാനായിട്ട് വരണം. ഞാൻ ഹാർദവമായിട്ട് എല്ലാവരും ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി നവരാത്രി.